ഹലോ. അപ്പോൾ ഇവിടെ പാലക്കാട് വേൾഡ് ഓഫ് ഗാർഡൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഫ്ലവർ ഷോ എക്സിബിഷൻ പോലൊരു സംഭവമായിരുന്നു. അപ്പോൾ നമ്മളത് കാണാൻ വേണ്ടി പോയി. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കയറുന്ന സ്ഥലത്ത് ഇങ്ങനെയാണ് എൻട്രൻസ്. നല്ല രസമായിട്ട് ഒരു പരുന്തിനെയൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഫെദർ ഇങ്ങനെ ഫെർ പോലെ ഇങ്ങനെ കാറ്റത്ത് നല്ലോണം ആടും. തൊട്ട് നോക്കുമ്പോൾ ചെറുതായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ എൻട്രൻസ് കഴിഞ്ഞ് ടിക്കറ്റ് കയറി. എൻട്രൻസ് പാർക്കിങ്ങിനും 50 കൊടുക്കണം. ടിക്കറ്റ് 150 ആണ്. അപ്പം ഈ മൊത്തത്തിൽ ഒരാൾക്ക് 150 ടിക്കറ്റും പിന്നെ വണ്ടി കൊണ്ടുപോകുകയാണെങ്കിൽ പാർക്ക് ചെയ്യാനായിട്ട് 50 വരും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഉള്ളിൽ കയറുമ്പം വലിയ കുഴപ്പം തോന്നിയില്ല. ഇതുപോലെ നല്ല സെറ്റപ്പൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറേ വീടുകൾ പോലെയാണ് കയറി ചെല്ലുന്ന സ്ഥലത്ത് തന്നെ. അപ്പോൾ നമുക്ക് അവിടെ ഡോറിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കാം, ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇതേപോലെ ഫുള്ള് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ് കേട്ടോ. ഇങ്ങനെ കുറേ രസമായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന പോലെ മിറാക്കിൾ ഗാർഡൻ്റെ ഒരു ഡൂപ്പാണ് അവരുണ്ടാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നതാണ് അവരുടെ പരസ്യം. അപ്പോൾ അതിൻ്റെ സംഭവങ്ങളാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ പോലെ തന്നെ എൻട്രൻസിൽ ഇങ്ങനെ ആർച്ച് ടൈപ്പ് ആയിട്ടുള്ളതുണ്ട്, ഹാർട്ട് ഷേപ്പിലുള്ളതുണ്ട്, അങ്ങനെ ഫ്ലവേഴ്സ് വെച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 സൈഡിലും ഇതേപോലെ മീനുകളുടെ ഒരു നല്ല രസമായിട്ടൊരു സംഭവം അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇങ്ങനെ കുറേ വീടുകൾ, കുട്ടി കുട്ടി വീടുകൾ, പിന്നെ പെറ്റ്സ് ലൈക്ക് ബേർഡ്, ഇങ്ങനെ കുറേ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന സംഭവങ്ങളുണ്ട്. പിന്നെ ഉള്ളിലേക്ക് ഈ ഒരു ഏരിയ നല്ല രസമാട്ടോ. നമ്മളിങ്ങനെ ഉള്ളിലേക്ക് കയറുമ്പോൾ കുറേ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന പോലത്തെ പൂക്കളാണ്. അപ്പോൾ അത് പല കളേഴ്സ് ആകുമ്പോൾ നമുക്ക് കാണാൻ നല്ല രസം. അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതുപോലെ വേറൊരു സെയിം അതേപോലെ തന്നെ ഫ്ലവേഴ്സ് വെച്ചിട്ട് വേറെ കുറച്ച് ഭംഗിയുള്ള രസമുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 150 റുപ്പീസ് ടിക്കറ്റ് കൊടുത്തിട്ട് ഒരാൾ കയറുമ്പോൾ അതിൽ നമ്മൾ കുറച്ച് എക്സ്പെക്റ്റ് ചെയ്യും. ലൈക്ക് അറ്റ്ലീസ്റ്റ് ഫോട്ടോസ് എടുക്കാനെങ്കിലും നല്ല രസമായിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ വിചാരിക്കുമല്ലോ. പക്ഷെ ഇവിടെ എന്താ ഒരു അറേഞ്ച്മെൻറ്റ് ഭയങ്കര മോശമാണ്. അതായത് നിലത്തൊരു ഫിനിഷിംഗ് ഇല്ല. ഈ സംഭവങ്ങളൊക്കെ കൊണ്ട് അവിടെ ഇവിടെയും വെച്ചിട്ടുണ്ടെന്നല്ലാതെ നമുക്കതിനൊരു പ്രോപ്പർ ഒരു ഓർഗനൈസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബട്ടർഫ്ലൈൻ്റെ മുന്നിലാണെങ്കിലും ഒരു സ്വാൻ്റെ മുന്നിലാണെങ്കിലും നമ്മൾ ഫോട്ടോ എടുക്കാൻ ചെന്ന് നിൽക്കുമ്പം ബാക്ക്ഗ്രൗണ്ട് ഒന്നെങ്കിൽ ഭയങ്കര മോശം, അല്ലെങ്കിൽ തറ ഭയങ്കര മോശം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതിൻ്റെ ബാക്കിൽ കാണുക കുപ്പത്തൊട്ടി, അല്ലെങ്കിൽ കുറേ കച്ചറ, അങ്ങനെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ വെയിലാണെങ്കിൽ സഹിക്കാൻ പറ്റാത്ത വെയിൽ. അവർ മുകളിൽ ടെൻറ്റ് പോലെ സാധാരണ ഇടാറുണ്ട്. ഇവിടെ അതും ഇല്ല. അപ്പോൾ അങ്ങനെ മൊത്തത്തിലൊരു സുഖമില്ല. നമ്മൾ 150 കൊടുത്ത് കയറുന്നതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടിയില്ല അവിടെ നിന്ന്. ഭയങ്കര ഹൈപ്പൊക്കെ കൊടുക്കുന്നുണ്ട് സ്ഥലത്തിന്. പക്ഷെ ഇനിയിപ്പോൾ എന്തെങ്കിലും പണി അവർ ചെയ്യുമോ അതിൻ്റെ ഉള്ളിലെന്ന് എനിക്ക് അറിയില്ല, കണ്ടിട്ട് അറിയില്ല എന്താ സംഭവമെന്ന്. പക്ഷെ ഇതുപോലെ നമുക്ക് കുറേ ഫ്ലവേഴ്സൊക്കെ വാങ്ങിക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് ഷോപ്പ് നോർമൽ എക്സിബിഷനിലുള്ളത് അതും ഈ പറഞ്ഞ പോലെ കാര്യമായിട്ട് അറേഞ്ച് ചെയ്തിട്ടില്ല. ഒരു നടക്കുന്ന വഴിയാണെങ്കിലും ഒന്നും ഒരു സുഖമില്ല. മൊത്തത്തിൽ എന്തോ ഒരു സംഭവം കൊണ്ടുവന്ന് കുത്തിക്കയറ്റി വെച്ചിരിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുക. ഒരു സുഖം കിട്ടുന്നില്ല. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്നവരുടെ മുഖത്തൊക്കെ ഒരു തരം എന്തിനാ ഇത്രയും പൈസ കൊടുത്ത് കയറി എന്നുള്ളൊരു ഫീൽ. കാരണം അതിൻ്റെ ഉള്ളിലൊന്നുമില്ല. ഈവൻ ഫുഡ് കഴിക്കുന്ന സ്ഥലത്താണെങ്കിലും കാര്യമായിട്ടൊന്നുമില്ല. അങ്ങനെ പിന്നെ ഈ ഒരു ഷോപ്പ് നല്ല രസമുണ്ട് കാണാനായിട്ട്. കുറേ സംഭവങ്ങൾ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു അറേഞ്ച്മെൻറ്റ് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഇങ്ങനെ എടുത്തതാണ് നടക്കണ വഴി. പിന്നെ ഇങ്ങനെ നോർമൽ സ്റ്റോൾ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ വിർച്വൽ സോൺ എന്ന് പറഞ്ഞിട്ട് കുറേ സംഭവം കാണാനായിട്ട് രസമുണ്ട്. പക്ഷേ എന്താ പറയുക, ഞാൻ ഈ പറഞ്ഞ പോലെ അറേഞ്ച്മെൻറ്റ് ഒട്ടും രസമില്ല. പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ആണെങ്കിലും ബുദ്ധിമുട്ടാണ്. റൈഡ്സിൻ്റെ കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. ആരെയും കയറ്റുന്നൊന്നുമില്ല. കുറേ പണി നടക്കുന്നുണ്ട് അവിടെ. ടിക്കറ്റ് എടുക്കാൻ കൗണ്ടറും കാര്യങ്ങളൊന്നും കാണാനില്ല. ഇപ്പുറത്തും എന്തൊക്കെയോ കുറേ സെറ്റ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇത് തുടങ്ങിയിട്ട് 1 വീക്ക് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. ഇതിൻ്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് നമ്മുടെ പാലക്കാട് ഫെസ്റ്റാണ്. അത് അടിപൊളിയായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ കോമ്പറ്റീഷനായിട്ട് അവർ തുടങ്ങിയതാണോ എന്താണെന്ന് എനിക്കറിയില്ല. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് തീരെ പറ്റാണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ക്ഷീണം തീർക്കാൻ വേണ്ടി പാലക്കാട് ഫോർട്ടിലേക്ക് പോയിട്ടോ. പാലക്കാട് ഫോർട്ടിൽ സൺസെറ്റൊക്കെ കണ്ടിട്ട് ഒന്ന് റിലാക്സ് ചെയ്ത് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയതാണ്. ഇത് ടിപ്പുവിൻ്റെ ഫോർട്ടാണ്. അപ്പോൾ പാലക്കാടുള്ള എല്ലാവർക്കും, പുറത്തുള്ളവർക്കും ഒരുവിധം എല്ലാവർക്കും അറിയാം, ഫേമസ് ആണ്. പുറത്തുനിന്ന് ആൾക്കാരൊക്കെ വന്ന് കാണുന്നൊരു സ്ഥലമാണല്ലോ പാലക്കാട് ഫോർട്ട്.
അപ്പോൾ കോട്ടയുടെ എൻട്രി ടൈമിംഗ് ഇങ്ങനെയാണ് വരുന്നത്. 8 മണിക്ക് തുറക്കും, 5 മണി വരെ ഉണ്ട് സംഭവം, 5:30 വരെ ഉണ്ട്. അപ്പോൾ 5:30ക്ക് അത് ക്ലോസ് ചെയ്യും. അതിൻ്റെ ഉള്ളിലൊരു അമ്പലം ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ അമ്പലത്തിൽ തൊഴാൻ പറ്റും. പക്ഷേ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ 5:30ക്കുള്ളിൽ നമ്മൾ ആ ഫോർട്ടിൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് ഇറങ്ങണം. അമ്പലത്തിൽ തൊഴാനുള്ള ആ ഭാഗത്തേക്ക് ഓക്കെയാണ്. അതിൻ്റെ ഉള്ളിലേക്കുള്ള പ്രവേശനം പിന്നെ 5:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാവില്ല. കോട്ടയുടെ ചുറ്റിനും ഇങ്ങനെ വെള്ളം, നമ്മളിതിന് എന്താ പറയുക, കിടങ്ങ്, അത് ഫുള്ള് ഇങ്ങനെ കോട്ട ചുറ്റി ഇങ്ങനെ ഇതാണ് കേട്ടോ സംഭവം. ടിപ്പുവിൻ്റെ യുദ്ധകാലത്ത് ചെയ്തിരുന്നതാണല്ലോ. ഇവിടെയാണല്ലോ ഒരു പീരങ്കിയും സംഭവങ്ങളൊക്കെ കൊണ്ട് സെറ്റ് ചെയ്തിട്ട് മുകളിൽ നിന്ന് അവർ ഒബ്സർവ് ചെയ്തുകൊണ്ടേ ഇരിക്കും എപ്പോഴും ആരെങ്കിലും വരുന്നുണ്ടോ എന്നുള്ള, അതിന് വേണ്ടിയിട്ടുള്ള സംഭവമായിരുന്നല്ലോ ഇത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറേ കുട്ടി ആമകളുണ്ട് കേട്ടോ. ഇപ്പോൾ പ്രസവിച്ചതാണ് തോന്നുന്നു, അറിയില്ല, കുറേ എണ്ണം ഉണ്ട്. പിന്നെ അത് കൂടാതെ മീനുകളും ഉണ്ട്. അത് കാരണം കൊണ്ട് തന്നെ കിളികൾ ഇഷ്ടംപോലെ മുകളിൽക്കൂടെ പറന്ന് നടക്കുന്നുണ്ട്. പരുന്തും കാക്കയും അങ്ങനത്തെ കിളികളും കുറേ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഉള്ളിൽ കയറി ചെല്ലുന്ന സ്ഥലം. ഇങ്ങനെയാണ്. ഇത് മൊത്തം കോട്ടയാണ് കേട്ടോ. കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഉയരത്തിൽ അങ്ങോട്ട്, ഇതിൻ്റെ മുകളിൽ ഏറ്റവും മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പാലക്കാട് ടൗൺ ഫുള്ള് കാണാൻ പറ്റുമേ. അത്ര രസമുള്ളൊരു സ്ഥലമാണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഹനുമാൻ്റെ അമ്പലമുണ്ട്. അപ്പോൾ ഞങ്ങൾ സാറ്റർഡേ പോയതുകൊണ്ട് തന്നെ ഉള്ളിൽ കയറി തൊഴാൻ വിശേഷമാണെന്നാണ് പറയുക. ഹനുമാൻ ക്ഷേത്രത്തിൽ ഇവിടെ ശനിയാഴ്ച പോയി തൊഴണതാണ് നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് തൊഴാന്നുള്ള പോലെ അങ്ങോട്ട് കയറി. അതിൻ്റെ എൻട്രൻസ് തന്നെ വലിയതാ ഇതുപോലത്തെ സംഭവമാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലാണ് അമ്പലം വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഫോർട്ടിൻ്റെ ബാക്കി ഏരിയകൾ കാണാനായിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇങ്ങനെ വലിയൊരു വാതിലാണ് നമുക്ക് കയറുമ്പോൾ തന്നെ. അത് മറ്റേ ഈ കോട്ടയുടെ കവാടമൊക്കെ ഇല്ലേ, ആ സംഭവത്തിന് അങ്ങനത്തെ വലിയ വാതിലാണ്. അത് കഴിഞ്ഞിട്ടുള്ളിൽ പോകുമ്പോഴാണ് ഈ അമ്പലം ഫസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് എല്ലാ ആൾക്കാരും വരുമല്ലോ, ഇവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എല്ലാവരും വരുമല്ലോ. അപ്പോൾ അതിനൊരു റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. അതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് പോകാൻ പറ്റും കേട്ടോ. നമുക്ക് കയറി തൊഴാനും പറ്റും ആഗ്രഹമുള്ളവർക്കൊക്കെ. പിന്നെ ഇതാണ് നമ്മുടെ എൻട്രൻസ്. അതായത് ഈ ഭാഗം വരയ്ക്ക് നമുക്ക് 5:30 വരയ്ക്ക് ഇവിടെയൊക്കെ നിൽക്കാൻ പറ്റും. ഇത് കഴിഞ്ഞ് ഉള്ളിലേക്ക് ഈ ഗേറ്റ് കടന്നിട്ട്, ഈ ഗേറ്റ് കണ്ടോ, ഈ ഗേറ്റ് കടന്നിട്ട് ഉള്ളിലേക്ക് പോകാനാണ് ഈ 5:30 വരെയുള്ള റെസ്ട്രിക്ഷൻ. 5:30 ആകുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് പുറത്തേക്ക് നമ്മളെ ഇറക്കി വിടും. അപ്പോൾ അതാണ് അതിൻ്റെ ടൈമിങ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഉള്ളിൽ കയറിയിട്ട് ഇതേപോലെ കോട്ടയുടെ മുകളിലും താഴെയൊക്കെ കറങ്ങി നടക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കേട്ടോ. ഇവിടെ പണ്ട് ജയിലായിരുന്നല്ലോ. ഇപ്പോൾ അവിടുന്ന് പ്രിസണേഴ്സിനെയൊക്കെ മാറ്റി ഇപ്പോൾ അത് മോണ്യുമെൻ്റായിട്ട് ഇങ്ങനെ പ്രിസർവ് ചെയ്തിരിക്കുകയാണെന്നാണ് എൻ്റെ അറിവ്. ഇവിടെ നിന്ന് ഇപ്പോൾ എല്ലാവരെയും മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ വലിയ വലിയ മരങ്ങളാണ് അതിൻ്റെ ഉള്ളിൽ. മുകളിൽ ഇങ്ങനെ മഞ്ഞ പൂക്കളൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ സൺസെറ്റിൻ്റെ സമയമായതുകൊണ്ട് തന്നെ ആ ഒരു വൈബ് നമുക്ക് നല്ല രസമാട്ടോ. ഇവിടെ സൺസെറ്റ് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ ഈ കോട്ടയുടെ പുറത്താണെങ്കിലും നമുക്ക് വാക്കിങ്ങിനുള്ള സ്ഥലമുണ്ട്. അത് ഈ കോട്ട ഇങ്ങനെ വരുന്ന പോലെയാണ് ആ വാക്കിംഗ് ഏരിയ വരുന്നത് കേട്ടോ. ഇതാണിപ്പോൾ നമ്മൾ കോട്ടയുടെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാം കാണാൻ പറ്റും. പാലക്കാട് ടൗൺ ഫുള്ള് നമുക്കിങ്ങനെ ചുറ്റി, ആ കോട്ട ചുറ്റി നടന്നു കഴിഞ്ഞാൽ മുകളിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എല്ലാ സ്ഥലവും. പിന്നെ ഇതാണ് ആ മറ്റേ ഏരിയ. പ്രിസണേഴ്സൊക്കെ ആയിരുന്നു, ജയിലായിരുന്നു ഇവിടെ മുന്നേ. ഇപ്പോൾ അവരെയൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ വലിയ വലിയ മരങ്ങളും നല്ല രസമാണ്. ആംബിയൻസ് നല്ല രസമാണ് കേട്ടോ കോട്ടയിൽ. പിന്നെ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ഫോട്ടോ വീഡിയോ ഒക്കെ എന്തൊക്കെയോ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഡാൻസ് വീഡിയോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. അപ്പം നമ്മളതൊക്കെ ഇങ്ങനെ കുറച്ച് നേരം കണ്ടു, സൺസെറ്റൊക്കെ കണ്ടു. മറ്റേൻ്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി കയറിയതാണ്. അത് പാലക്കാട് എന്താ അവർ അങ്ങനെ ഉദ്ദേശിക്കണേന്ന് എനിക്ക് മനസ്സിലായില്ല. മറ്റേൻ്റെ കറക്റ്റ് അതിൻ്റെ ഒരു കോമ്പറ്റീഷന് വേണ്ടി ഇപ്പുറത്ത് കൊണ്ടിട്ടൊരു ഫീലാണ് അതിൽ. കുറച്ച് സ്ഥലങ്ങളിൽ നമുക്ക് നിന്ന് ഫോട്ടോ എടുക്കാം, പിന്നെ നോർമൽ എക്സിബിഷൻ്റെ പോലെ ഒരു ഫീല്. പക്ഷേ മൊത്തത്തിൽ അതൊന്നും സെറ്റ് ചെയ്തിട്ടില്ല അവർ. ആക്ച്വലി ഞങ്ങൾ 1 വീക്ക് കഴിഞ്ഞിട്ട് പോയിട്ടും അവിടെ ഒന്നുമില്ല എന്നുള്ളതാണ് അവസ്ഥ. പിന്നെ ഈ കോട്ടയുടെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു QR സ്കാൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോട്ടയിലത്തെ വിവരങ്ങളും കോട്ടയെ കുറിച്ചുള്ള ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും നമ്മൾ ആ QR സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കോട്ടയൊക്കെ കണ്ട് സൺസെറ്റൊക്കെ എൻജോയ് ചെയ്ത് കുറച്ച് നേരം റിലാക്സൊക്കെ ചെയ്ത് വീഡിയോ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ അതാണ്. അപ്പം നിങ്ങളോടത് ഷെയർ ചെയ്യണം. കാരണം ഇത് കാണുന്നതിൽ റീൽസും ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തോ ഭയങ്കര സംഭവമാണ്, സെറ്റപ്പാണ്. പക്ഷേ നമ്മൾ കൊടുക്കുന്ന ടിക്കറ്റിനുള്ള അതിൻ്റെ ഒന്നും അതിൻ്റെ ഉള്ളിലില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. 150 എന്നൊക്കെ ഇത് ഭയങ്കര കൂടുതലാണ്. ആക്ച്വലി 100ൻ്റെ താഴെ തന്നെ ടിക്കറ്റ് എടുത്ത് കയറാവുന്നതേ ഉള്ളൂ സംഭവത്തിൽ ഇവിടെ സെറ്റപ്പ്. അപ്പോൾ ആരെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ റിയാലിറ്റി. അപ്പോൾ അതെനിക്ക് പറയണമെന്ന് തോന്നി.
നമ്മളൊരു ടിക്കറ്റ് എടുത്ത് കയറുമ്പോൾ ഈവൻ പാർക്കിങ്ങിന് 50 വാങ്ങിക്കുന്നത്. അപ്പോൾ അതും നമ്മൾ കൊടുത്തിട്ടല്ലേ കയറുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം. അതുവരയ്ക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ 2026 എല്ലാവർക്കും വളരെ നല്ലൊരു വർഷമാവട്ടെ. ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കട്ടെ. ഇഷ്ടങ്ങളുള്ള സംഭവങ്ങളൊക്കെ നടക്കാൻ പറ്റട്ടെ. കുറേ ട്രാവൽ ചെയ്യാൻ പറ്റട്ടെ. അടിപൊളിയാവട്ടെ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം. ബൈ.